പൂർവീകരെക്കുറിച്ചുള്ള ചർച്ച, ചരിത്രം പറയുക. ആ ചരിത്രം കേൾക്കുന്നത് കൊണ്ടുള്ള, ആണ്ടുകൾ നടത്തുന്നത് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം നമ്മളുടെ മനസ്സിലുള്ള അഹങ്കാരം കുറക്കുക എന്നതാണ്. അത്യാവശ്യം ഇബാദത്തൊക്കെ എടുത്ത് ഖുർആനൊക്കെ ഓതി പള്ളിയിൽ സജീവമായി ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളുടെ മനസ്സിൽ ഞാനിപ്പോൾ അൽഹംദുലില്ലാ തിരക്കേടില്ലാത്ത ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെങ്ങാനും മനസ്സിൽ തോന്നുമ്പോൾ ഏനി ഉസ്താദ് അടക്കമുള്ള പൂർവീകരായ ആളുകളുടെ ഇബാദത്തിനെ കുറിച്ച് കേൾക്കുന്ന സമയം ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നും, അപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അനുഷ്ഠിച്ച ഇബാദത്തുകളൊന്നും എവിടെയും എത്തിയിട്ടില്ല. നമുക്കറിയാം, മഹാനായ ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിൻ്റെ ആണ്ടുമാസമാണിത്. അല്ലാഹു ഉസ്താദിൻ്റെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഓക്കെ ഉസ്താദിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഓക്കെ ഉസ്താദിൻ്റെ ഇബാദത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, അവിടുത്തെ ഇൽമിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ബോധം ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും. ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള തഖ്വ, ആ തഖ്വ വർദ്ധിപ്പിക്കാനാണ് മഹാന്മാരായ ആളുകളെ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഇവിടെ തല പൊക്കിയോ ഇല്ലേ എന്നെനിക്കറിയില്ല, പുത്തൻവാദികൾക്കുണ്ടായ ഏറ്റവും വലിയ അപകടം അവർ ചരിത്രം മനസ്സിലാക്കിയില്ല എന്നതാണ്. അവർക്ക് പൂർവികരെ കുറിച്ച് കേൾക്കണ്ട, ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അറിയണ്ട, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുകയേ വേണ്ട. പൂർവകാലങ്ങളിൽ കഴിഞ്ഞുപോയ സകലമാന ഔലിയാക്കളെയും തള്ളിപ്പറഞ്ഞതിനാൽ ആ ബിദ്അത്തിന്റെ കക്ഷികളെ അഹങ്കാരം വർദ്ധിക്കുകയല്ലാതെ കുറയുമെന്നുള്ള ഒരു പേടിയും നമുക്കാർക്കും വേണ്ട. മഹാന്മാരായ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന എന്നുടെയും കേൾക്കുന്ന നിങ്ങളുടെയും മനസ്സിനുള്ളിൽ ഞാനും ഒന്നും അല്ലല്ലോ എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അതിലൂടെ നേർവഴിയിലേക്ക്, മുസ്തഖീമായ വഴിയിലേക്ക് ഞാൻ എത്തിച്ചേരണമല്ലോ എന്നൊരു ബോധം നമുക്ക് ഉദിക്കുമെന്നതാണ്. അപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നബിയെ, ലോകത്ത് പൂർവീകരായ മഹാന്മാരായ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും മുർസലുകളെയും നിങ്ങൾക്ക് ഞാൻ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങളെ ഹൃദയത്തിന് ഒരു കെട്ടുറപ്പ് കിട്ടാനാണ്, നിങ്ങളെ ഈമാനിന് വർധനവ് ലഭിക്കാനാണ്, നിങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടാനാണ്, നിങ്ങളുടെ മനസ്സ് നേർവഴിയിലേക്ക് എത്താനാണ്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പാവങ്ങളായ നമുക്കും പഠിപ്പിച്ചു തന്നു. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗം നന്നായിട്ടുണ്ടെങ്കിലും, നമ്മളുടെ എല്ലാം പ്രസിദ്ധമായ പ്രധാനപ്പെട്ട അവയവം നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു അമലും അള്ളാന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല. കണ്ണ് നല്ലതാണ്, കൈകാലുകളൊക്കെ നല്ലതാണ്, നാവും നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട അവയവം നിങ്ങളെ മനസ്സ്, നിങ്ങളെ ഹൃദയം, അത് നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. ബഹുമാനപ്പെട്ട അബൂ ഹാമിദിനുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രാജാവാണ് അവന്റെ ഹൃദയം. ഹൃദയം അവന്റെ രാജാവാണ്.
ആ രാജാവാകുന്ന ഹൃദയത്തിൻ്റെ അനുയായികളാണ് മറ്റു അവയവങ്ങൾ. ഹൃദയമാകുന്ന രാജാവ് എന്ത് കൽപ്പിക്കുന്നുവോ അതായിരിക്കും അവയവങ്ങളാകുന്ന സൈന്യാധിപർ അല്ലെങ്കിൽ സൈന്യങ്ങൾ പ്രവർത്തിക്കുക. പട്ടാളക്കാർ പറയുന്നത് അനുസരിക്കും. പറയുന്നതും കൽപ്പിക്കുന്നതും ഹൃദയമാണ്. ആ ഹൃദയം നന്നായാൽ സ്വലഹൽ ജസദു കുല്ലുഹ, നിങ്ങളെ ശരീരമാസകലം നന്നായി. വൈദ ഫസദ ഫസദൻ നാസു കുല്ലുഹ. ഫസദ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫസദൽ ജസദു കുല്ലുഹ. ആ മനസ്സ് കേടായാൽ, മനസ്സ് മോശമായാൽ, മനസ്സൊന്നിനും കൊള്ളാതെ വന്നാൽ അവൻ്റെ ശരീരമാസകലം മോശമായി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ ഏത് അവയവം നന്നായിട്ട് കാര്യമല്ല. ആദ്യം നന്നാവേണ്ടത് നമ്മളെ ഉള്ളറയാണ്, മനസ്സാണ്. ആ മനസ്സ് നന്നാകണമെങ്കിൽ, കേടുവരാതിരിക്കണമെങ്കിൽ 6 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മഹാനായ ഇമാം ഹസനുൽ ബസ്വരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം. ഒരു മനുഷ്യന്റെ മനസ്സ് കേടുവരാൻ കാരണമാകുന്ന 6 കാര്യം. ഫസാദുൽ ഖുലൂബി മുതവല്ലിദുൻ മിൻ 6 അഷ്യാ. മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. ആരാണ് ഹസൻ ബസ്വരി? താബീങ്ങളിൽ നിന്ന് പ്രമുഖനാണ്. ഹസൻ ബസ്വരി തങ്ങളുടെ ജീവിതത്തിൽ പരസ്യമായി മഹാനവറുകൾ ചിരിക്കാറില്ല. ചിരിക്കുന്നത് മഹാനവറുകൾക്ക് ഇഷ്ടമില്ല. ഏത് സമയത്തും ആഖിറത്തിനെ ഓർത്തിട്ടുള്ള കരച്ചിലാണ്. അതേ സമപ്രായക്കാരനും അതേ കാലക്കാരനുമാണ് മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു. സ്വപ്ന വ്യാഖ്യാന കേന്ദ്രമായ തഫ്സീറുൽ അഹ്ലാം രചിച്ച രചയിതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു തആല അൻഹു. രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്, ഒരേ പരിചയക്കാരാണ്. പക്ഷേ ഹസൻ ബസ്രി തങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ തങ്ങളോടും ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു ഹസൻ ബസ്രി തങ്ങളോടും മിണ്ടൂല. അജീർക്ക് മനസ്സിലായോ? ഒരു തെറ്റിപ്പിരിഞ്ഞതോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റതൊന്നുമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, അല്ലാഹു തആല നല്ല ഭരണം നമുക്ക് തരട്ടെ. ആണെങ്കിൽ ആമീൻ പറഞ്ഞോളി. SIR ഒക്കെ ഇവിടെ പൂരിപ്പിച്ചു കൊടുത്തോ, ഉസ്താദ് കൊടുത്തോ? ഞാനിപ്പോൾ എന്നാണ് ഒന്ന് ശ്വാസം വിട്ട്. അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് തരട്ടെ. ചിരിച്ചണ്ടങ്ങള് പലതും ഇവിടെ നടക്കാൻ പോവുക. നമ്മളെങ്ങനെ ഞെട്ടിക്കുമ്പോൾ നമ്മളതിനനുസരിച്ച് ഞെട്ടാൻ നിൽക്കൊന്നും വേണ്ട. ഇവിടൊക്കെ നിയന്ത്രിക്കണത് അള്ളാഹുവാൻ. അള്ളാഹു നമുക്കെല്ലാവർക്കും സലാമത്ത് തരട്ടെ. അപ്പോൾ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ കണ്ടാൽ വഴിമാറി സഞ്ചരിക്കും. മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ ഹസൻ ബസ്രി തങ്ങളും പരസ്പരം കണ്ടാൽ മിണ്ടാറില്ല. അത് പരസ്പരമുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലുമല്ല. ആ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾക്ക് ചിരിക്കുന്നത് ഇഷ്ടമില്ല, തമാശ പറയുന്നത് ഇഷ്ടമില്ല. മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ നേരെ തിരിച്ച ആൾക്കാരെ കരയിപ്പിക്കുന്ന ഒരു വയലും മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പറയാറില്ല. അദ്ദേഹം തമാശയിലൂടെയാണ് കാര്യം പറയുക. നമ്മളപ്പത്തെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ്. കൂറ്റമ്പാറ ഉസ്താദ് ഏത് ഗൗരവപ്പെട്ട കാര്യം പറഞ്ഞാലും അതിലൂടെ തമാശയിലൂടെ കാര്യം പറയും. നമുക്കൊക്കെ കേൾക്കാൻ വലിയ സന്തോഷം. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അത് ഉസ്താദിന്റെ ശൈലി അങ്ങനെയാണ്. എന്ന പോലെ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ വലിയ തമാശക്കാരനാണ്. അതുകൊണ്ട് ചിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കാനാണെങ്കിലും തമാശയിലൂടെ കാര്യം പറയുന്നത് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾക്ക് ഇഷ്ടമില്ല. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പരമാവധി കരയലാണ് പതിവ് എന്ന് അവിടുത്തെ ചരിത്രത്തിൽ പറയുമ്പോൾ ഞാൻ അവരുടെ ചരിത്രം വിശദീകരിക്കുകയല്ല.